അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്റ്റുഡൻറ് ഈസ് ആസ്ക്ഡ് ടു സേ വൺ ഡിജിറ്റ് നമ്പർ. എ സ്റ്റുഡൻറ് ഈസ് ആസ്ക്ഡ് ടു സേ എ വൺ ഡിജിറ്റ് നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് മൾട്ടിപ്പിൾ ഓഫ് 2? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? അപ്പോൾ ഇതാണ് ചോദ്യം. അതായത് ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു 1 ഡിജിറ്റ് നമ്പർ പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പറയുന്ന ആ ഒരു നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 2 ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ദെൻ ആ കുട്ടി പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എഴുതേണ്ടത് പി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ വായിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ. പി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എന്നാണ് അർത്ഥം. പ്രോബബിലിറ്റി ഓഫ്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇവിടെ നോക്കിയേ, നമുക്കറിയാം 1 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 ഇതാണ് നമ്മളുടെ 1 ഡിജിറ്റ് നമ്പർ. ഇതിൽ 2വിൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2വിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പേഴ്സാണ് 2 4 6 8. സോ നമുക്ക് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ആദ്യം തന്നെ ടോട്ടൽ എണ്ണം താഴെ എഴുതണം. അപ്പോൾ ഇവിടെ ടോട്ടൽ 9 നമ്പേഴ്സാണ്. അതിൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ടുള്ളത് 4 നമ്പേഴ്സാണ്. സോ ഇതാണ് നമ്മളുടെ ആൻസർ. 4/9 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? പി ഓഫ് പ്രൈം നമ്പർ. ഈ കുട്ടി പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി. അപ്പോൾ ഇതിൽ പ്രൈം നമ്പേഴ്സ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഏതാണ്? ഇപ്പോൾ 2 ആണെങ്കിൽ 2വിൻ്റെ ഫാക്ടർ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, 7 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ആ പ്രോബബിലിറ്റി 4 ആണ് നമ്മളുടെ ടോട്ടൽ പ്രൈം നമ്പേഴ്സ്. ഒരക്ക സംഖ്യയിലെ പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം 4 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റിയും 4/9 തന്നെയാണ്. ഇനി നിങ്ങളടുത്ത് ചോദിക്കുക, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര അതിൽ പറയുക? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എത്ര പറയാം? പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബൈ ടോട്ടൽ നമ്പർ 9. ഓക്കെ.